നമസ്കാരം. ഒരു നേതാവായാൽ പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ ഒരു ധൈര്യമുണ്ടാകണം. പറഞ്ഞത് തെറ്റെങ്കിലെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കുന്നതാണ് ഒരു നേതാവിന്റെ നിലപാട്. എന്നാൽ കേരളത്തിലെ നേതാക്കന്മാരുടെ കാര്യമൊക്കെ ആളും തരവും നോക്കി നിലപാടെടുക്കുക എന്നുള്ളതാണ്. വേണ്ടി വന്നാൽ അവർ അവസരം കിട്ടുമ്പോൾ സ്വന്തം നിലപാട് മാറ്റാനും തയ്യാറായുള്ളവരാണ്. അത് തെളിയിക്കുന്നതായിരുന്നു ഇന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പുകഴ്ത്തിക്കൊണ്ട് MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടത്തിയിട്ടുള്ള പ്രസംഗം. ഗവർണറെ വാനോളം പുകഴ്ത്തിയിട്ട രീതിയിലായിരുന്നു ഇന്ന് അദ്ദേഹം ഗവർണറെ വേദിയിലിരുത്തിക്കൊണ്ട് ആദ്യം പ്രസംഗിച്ചത്. പിന്നീട് സംഗതി കയ്യിൽ നിന്ന് പോയി എന്ന് കണ്ടയുടൻ തന്നെ സ്വന്തം നിലപാടിൽ നിന്ന് നിന്ന നിൽപ്പിൽ മാറുകയായിരുന്നു അദ്ദേഹം. ഗവർണർ വേദിയിലിരിക്കുന്നത് കൊണ്ടാണ് താൻ അങ്ങനെ ഒരു പ്രസംഗം നടത്തിയത് എന്നതാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഗവർണറെ കുറിച്ച് അത്തരമൊരു പരാമർശം നടത്താൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ ആശംസകൾ നൽകിക്കൊണ്ട് മാറി നിൽക്കാമായിരുന്നല്ലോ. പിന്നെ എന്തിനാണ് അദ്ദേഹം അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്? അപ്പോ ഉള്ളിൽ നിന്ന് വന്ന ഒരു കാര്യമാണ് അത് എന്നത് ജനങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട്. എന്തായാലും പാർട്ടിയുടെ മാനം കാക്കാൻ വേണ്ടി അദ്ദേഹം നിലപാട് മാറ്റിയിരിക്കുകയാണ്. ഇതൊക്കെ ഈ നാട്ടിലെ നേതാക്കന്മാർ ആളുകളെ മണ്ടന്മാരാക്കുന്ന രീതിയിലാണ് നിലപാട് പറയുന്നതും അഭിപ്രായങ്ങൾ പറയുന്നതും എന്നൊക്കെ വ്യക്തമാക്കുന്നതിന്റെ നേർചിത്രം തന്നെയാണ്. എന്തായാലും കേരള ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ തുടരണം എന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രസ്താവന അത് രാഷ്ട്രീയ കേരളം വലിയ ചർച്ചാ വിഷയമാക്കുന്നുണ്ട്. എല്ലാ വിഘ്നങ്ങളും മാറി അടുത്ത 5 വർഷം കൂടെ ഈ കേരളത്തിന്റെ ഗവർണറായി അദ്ദേഹം വരട്ടെ എന്നായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരാമർശിച്ചത്. കഴിഞ്ഞ 5 വർഷക്കാലം ഗവർണർ സർക്കാർ പോര് കടന്നു പോകുന്നതിനിടയിലും പ്രതിപക്ഷം കോൺഗ്രസ് ഉൾപ്പെടെ വിമർശനം ഉന്നയിക്കുന്നതിനിടെയാണ് കോൺഗ്രസ് നേതാവ് ഗവർണറെ പുകഴ്ത്തി ഇങ്ങനെയൊരു പ്രസംഗം നടത്തുന്നത്. കേരള ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് 5 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. വീണ്ടും കേരള ജനതയ്ക്ക് മുന്നിൽ ഒരു ഹെഡ് ഓഫ് സ്റ്റേറ്റ് എന്ന നിലയിൽ ഗവർണർക്ക് നിൽക്കാനാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രസംഗത്തിന്റെ മറ്റു ഭാഗങ്ങൾ. കോട്ടയത്ത് ഗവർണർക്ക് പങ്കെടുത്ത ഒരു പരിപാടിയിൽ വെച്ചാണ് തിരുവഞ്ചൂർ ഇങ്ങനെയൊരു പ്രസംഗം നടത്തിയത്. അതേസമയം പ്രസംഗം വിമർശനമായതിനെ തുടർന്ന് വിശദീകരണവുമായി തന്റെ നിലപാട് മാറ്റിക്കൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രംഗത്തെത്തിയിരുന്നു. ഭരണപരമായിട്ടുള്ള ആധിപത്യം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അതിനെ എതിർക്കണം. ഗവർണറുടെ പോസിറ്റീവ് കാര്യങ്ങളെ സ്വാഗതം ചെയ്യുന്നുണ്ട്. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ കുറേയേറെ ശരികളുണ്ട്. ഒപ്പം യോജിക്കാൻ കഴിയാത്ത കാര്യങ്ങളുമുണ്ട്. യോജിക്കാൻ കഴിയാത്ത കാര്യങ്ങളോട് വിയോജിപ്പ് അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഗവർണർ തുടരുന്നു എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് രാഷ്ട്രപതിയാണ് എന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. എന്തായാലും ആരൊക്കെ വിയോജിപ്പ് അറിയിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ തന്നെ ഗവർണർ പദവിയിലിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്ന് നീണ്ട ആ 5 വർഷ പ്രവർത്തനങ്ങൾ അത് കേരള രാഷ്ട്രീയത്തിന് ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കാത്ത ഒന്നു തന്നെയാണ്. കൊണ്ടും കൊടുത്തും അന്തം കമ്മികളെ വിറപ്പിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ കഴിഞ്ഞ 5 വർഷം പിന്നിട്ടത്. കേരള ഗവർണർ സ്ഥാനത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് നിയമിതനായിട്ട് 5 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. പുതിയ ഗവർണറെ രാഷ്ട്രപതി നിയമിക്കും വരെ അദ്ദേഹം തന്നെ തലസ്ഥാനത്ത് തുടരും എന്നാണ് റിപ്പോർട്ട്. ജനകീയനായ ഗവർണറാണ് കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ ഭരിച്ചിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ എന്നത് പ്രതിഷേധവും പ്രതികരണവും കൊണ്ട് എന്നും സംസ്ഥാന സർക്കാരിന് തലവേദന തന്നെയായിരുന്നു ഗവർണർ. സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വെറുതെ ഒപ്പിട്ടു പോകാതെ ഇഴകീറി പരിശോധിച്ച് ജനഹിതം കൂടി മനസ്സിലാക്കിയതിനു ശേഷം എടുക്കുന്ന നിലപാട് തന്നെയായിരുന്നു സർക്കാരിന് ഇദ്ദേഹം ഒരു തലവേദനയാകാനുള്ള കാരണം.